സോ കറൻ്റ്ലി ഇറ്റ്സ് 28 February 12 AM. ആദ്യം ഒന്ന് വണ്ടിക്ക് പെട്രോൾ അടിക്കണം. ഫുൾ ടാങ്ക്. വണ്ടി സ്റ്റാർട്ടാവുന്നില്ല. ഇഗ്നിഷൻ ഒരു വെറൈറ്റി കളി കളിക്കുന്നുണ്ട്. വണ്ടി ഒന്ന് പേടിപ്പിച്ച് കളഞ്ഞു. കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്തപ്പം സ്റ്റാർട്ടായി. അപ്പോൾ ബോയ്സ് രാവിലത്തെ പ്രിപ്പറേഷൻസൊക്കെ മൂഞ്ചി കുത്തിരിക്കുകയാണ്. ആക്ച്വലി സെയിം ഡേ ആണ് വണ്ടി പണി തന്നു. എനിക്ക് തോന്നുന്നത് ബാറ്ററീൻ്റെ ഇഷ്യൂ ആണെന്നാണ്. ലൈക്ക് ഇതാണ് ഇഷ്യൂ. ബാറ്ററി ഇഷ്യൂ തന്നെ ആയിരിക്കണം. കാരണം അതേ ഇഷ്യൂ എനിക്ക് എൻ്റെ എക്സ്പൾസിൽ ആദ്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിന് കിക്കറുള്ളതുകൊണ്ട് കിക്കറെടുത്ത് സ്റ്റാർട്ടാക്കാം. പക്ഷേ അതിന് കിക്കറില്ല. കോയമ്പത്തൂരിൽ നാളെയും ആ പരിപാടി ഉണ്ടെന്ന് കേട്ട്. അപ്പോൾ എന്തായാലും എൻ്റെ വണ്ടി എടുത്ത് പോകാമെന്നുള്ളൊരു മൂഡിലാണ് ഞാൻ നിൽക്കുന്നത്. അതിനു മുന്നേ ചെയിനൊന്ന് ടൈറ്റാക്കണം. നമുക്കൊന്ന് സർവീസ് സെൻറ്റർ പോയിട്ട് വരാം. എന്തായാലും അവിടെ വണ്ടി സർവീസിന് കൊടുക്കാൻ പോയപ്പം നൈസായിട്ട് നമ്മളെ XMR ഒന്ന് എടുത്തായിരുന്നു. ചുമ്മാ ഒന്ന് ഓടിച്ച് നോക്കട്ടെ. 210cc, സെയിം cc ആസ് ദ അപ്കമിങ് എക്സ്പൾസ്. മൈൽഡായിട്ടേ പുള്ള് ചെയ്യുന്നുള്ളൂ. എന്താ പറയുക, ഭയങ്കര റിലാക്സ്ഡ് ആയിട്ടാണ് വണ്ടി പുള്ള് ചെയ്യുന്നത്. ലൈക്ക് ത്രോട്ട് കൊടുക്കുമ്പം ഇനീഷ്യൽ പുള്ള് ഇങ്ങനെ എടുത്ത് ചാടി പോകണമൊന്നുമില്ല. ഭയങ്കര ഡീസൻ്റായിട്ട് കൂൾ സീൻ. നല്ല രസമുണ്ട്, കുഴപ്പമില്ല. നല്ല വടിക്ക് ചെറിയ വൈബ്രേഷൻസ് അടിക്കുന്നുണ്ട്. പിന്നെ വിൻഷീൽഡുള്ള വണ്ടികളൊക്കെ എന്തായാലും ഒരിളക്കം ഉണ്ടാവും. സീറ്റിങ്ങും നൈസാണ്. ടൂറിങ്ങിനൊക്കെ നടക്കും അത്യാവശ്യം. XMRൻ്റെ ലുക്ക് എനിക്ക് ആക്ച്വലി ഭയങ്കര ലൈക്ക് ആയിട്ടുണ്ട്. ഹീറോ ഫാനൊന്നുമല്ല, പറഞ്ഞെന്നേ ഉള്ളൂ. റോഡിൻ്റെ നടുക്ക് നിർത്താൻ പറ്റിയൊരു സ്ഥലം ഇത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ ഭാഗത്തോട്ട് വരാറ്. മോട്ടോർ സൈക്കിൾ ലുക്സ് ഗുഡ് ഇൻ യെല്ലോ ബ്രോ. എനിക്ക് ഈ ഒരു മുന്നോട്ടുള്ള തള്ളിച്ചൊന്ന് മാറിയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു അഗ്രഷൻ ഉണ്ടാവുമായിരുന്നു. ഇപ്പോൾ ഒരു ക്യൂട്ട് അഗ്രഷനൊക്കെ ഇല്ലേ, മറ്റേ ഈ ചെറിയ കുട്ടികൾ ചൂടായ എങ്ങനെ ഉണ്ടാവും അതുപോലത്തെ ലുക്കാണുള്ളത്. ഡീസൻറ്റ് ബൈക്ക്. കുറച്ച് പിക്സ് എടുത്തിട്ട് മെല്ലെ തിരിച്ചങ്ങോട്ട് തന്നെ തെറിക്കാം. ഡീസൻറ്റ് TFT ഡിസ്പ്ലേ, കുഴപ്പമില്ല. നല്ല അടിപൊളി സീറ്റാട്ടോ, കംഫർട്ട് ഉണ്ട്. പിന്നെ ഷാർപ്പ് ലുക്കിംഗ് ടൈൽസ്, ഷാർപ്പ് ലുക്കിംഗ് ഹെഡ് സെക്ഷൻസ്, നല്ല ഡീസൻറ്റ് കിറ്റ് വർക്ക്, ക്യൂട്ട് സ്മോൾ കുഴപ്പമില്ലാത്ത എക്സോസ്റ്റ്. രസമുണ്ട്. എടുത്താലും വണ്ടി വേണ്ട, നമുക്ക് നമ്മൾ അഡ്വഞ്ചർ സീരീസ് മാത്രം നോക്കിയാൽ മതി. സ്പോർട്സ് സീരീസ് ബാക്കിയുള്ളവർക്ക് വിട്ടുകൊടുക്കാം. ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുണ്ട്. അത് മീൻസ് ദാറ്റ് ഓൺ ദി ഓൾഡ് എക്സ്പൾസ്. സോ വൺസ് അഗെയിൻ ഗുഡ് മോർണിംഗ്. 2 മണിയായിട്ടുണ്ട്. ലൈറ്റ് ഉണ്ടാവുള്ളൂ ഇനി അങ്ങോട്ടേക്ക്. അടുത്ത സ്റ്റോപ്പല്ലാതെ റോഡിലൊന്നും അത്യാവശ്യം ലൈറ്റ് ഉണ്ടാവാൻ ചാൻസ് കുറവാണ്. പിന്നെ നമ്മളെ ഹെഡ്ലൈറ്റ് അറിയാമല്ലോ എക്സ്പൾസിൻ്റെ. ഹിമാലയൻ ഞാൻ നിർത്തി, ഹിമാലയൻ എടുക്കുന്നത് നിർത്തി. നമുക്ക് എക്സ്പൾസ് പോവാം. എക്സ്പൾസ് ഞാൻ ഇന്നലെ സർവീസ് സെൻറ്ററിൽ കൊടുത്ത് ജസ്റ്റ് ചെയിനൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്യിപ്പിച്ച് അങ്ങനെ എല്ലാ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വണ്ടി ഓൾ ഗുഡാണ്. ഇനിയൊരു 200 kilometers ടു കോയമ്പത്തൂർ. 200 അല്ല, 180. നമ്മളെ ഫറോക്ക് പുതിയ പോലെ നൈറ്റിൽ നല്ല രസമുണ്ടല്ലോ കാണാനല്ലേ. ഫുള്ളൊരു ഓംലെറ്റൊക്കെ ആയിട്ട് കൊള്ളാം. നല്ല രസമുണ്ട് കാണാൻ, ഭയങ്കര പ്ലസൻറ്റ്. മേലെ സ്പേസ് ഉണ്ട്. ഇതിപ്പോൾ എവിടെയാ സ്ഥലം? പെരിന്തൽമണ്ണ. ഇതെപ്പോൾ എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കുന്നു വണ്ടീൻ്റെ അകത്തുനിന്ന്. ചെയിൻ്റെ ആണെന്നാണ് തോന്നുന്നത്. അത്യാവശ്യം ഒരു നല്ല ഡീസൻറ്റ് ടീ സ്പോട്ട്. നേരെ സ്പേസ് ഉണ്ട്, അവിടെ പോയി നോക്കാം. വെറും 111 kilometer. കുഴപ്പമില്ല. നൈസായിട്ടൊരു കട്ടൺ അടിച്ചിട്ട് നേരെ എസ്കേപ്പ്. എൻ്റെ മേലെ നിന്ന് കയറി നോക്കിയാലോ, നോക്കാം. ചെറിയ സ്പോട്ടോടെ നല്ല രസമുണ്ട്. ആളുണ്ടോ? ഇല്ല, ആളില്ല, ഒറ്റയ്ക്ക്. യെസ്. എടാ മോനെ, പൊളി. മുടേഷ്. ഇനിയിപ്പോൾ എന്തായാലും ഒരു 59 kilometers ടു കോയമ്പത്തൂർ. അവസാനം ഒരു കട കിട്ടി. റെഡ് ബുള്ള്. ഇപ്പോഴാണ് ഞാൻ റെഡ് ബുൾ ഓടിക്കുന്നത്. ഉറങ്ങി തൂങ്ങി പണ്ടാരടങ്ങിയിട്ടപ്പോൾ വണ്ടി ഓടിച്ചത്. പക്ഷേ റെഡ് ബുൾ അടിച്ചൊന്ന് സെറ്റായാൽ ഓൾ ഓക്കെ. ഞാൻ അധികം ഓടിക്കുന്നൊന്നും റെക്കോർഡ് ചെയ്തിട്ടില്ല, കാരണം ഫുൾ ഇങ്ങനെ ഇരിടാം. ഇതുപോലെ ഇങ്ങനെ എന്തെങ്കിലും സ്ഥലം ഉണ്ടാകുമ്പോൾ മാത്രം തീരും എടുക്കുക എന്നല്ലാതെ. അയ്യോ, നല്ല കട്ട പവറുണ്ട് റെഡ് ബുള്ളിന്. അടിച്ചതിന് ശേഷം സ്ലീപ്പ് ജസ്റ്റ് ലെഫ്റ്റ് ദ ചാറ്റ് ബ്രോ. ആ ലെവൽ ഓഫ് ഹൈപ്പർ ആക്റ്റീവാണ് ഇപ്പം ഞാൻ. വളരെ നൈസ് റോഡ് മാൻ. കോയമ്പത്തൂർ ഒരു ഹാഫ് ബാംഗ്ലൂർ ആണല്ലോ അല്ലേ മൂഡ്.
6:42. ഞാൻ 2:12 15 2:10 കൂട്ടാം. 2:10 ഇറങ്ങി. 3:10 4:10 5:10 6:10 4 മണിക്കൂറും പിന്നെ എത്രയോ മിനിറ്റുകളും ആയിട്ടുണ്ട്. നമ്മൾ ആ ട്രാക്കിലോട്ട് പോകുന്നുണ്ട് ഫോട്ടോഷൂട്ടിന്. അപ്പം അവിടെ നിന്നും കുറച്ച് കവർ ചെയ്യാം. ഈ സാധനം ഹെഡ് മൗണ്ട് ചെയ്തിട്ടായിരിക്കും വെക്കുക. മിക്കവാറും സൗണ്ട് കുറച്ച് കുറവായിരിക്കും. എന്നാലും നോക്കാം, ട്രൈ ചെയ്യാം. ഫൈനലി വി ഹാവ് അറൈവ്ഡ്. അണ്ണൻ ബാത്റൂമിലാന്നൊക്കെ ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്തു. ഓക്കെ. ഓ മൈ ബേബി, താങ്ക് യു ഫോർ ടേക്കിംഗ് കെയർ ഓഫ് മീ ബ്രോ. അങ്ങനെ ഫൈനലി റൂമിലെത്തിയിട്ടുണ്ട്. അത് കണ്ടോ, ഇൻസെപ്ഷനൊക്കെ പോലെയല്ലേ. റൂം കാണിച്ചു തരാം. റൂം സീൻ റൂം കൊള്ളാം. ജിഞ്ചർ ഹബീബി. നല്ല ക്ലീൻ ഡീസൻറ്റ് റൂം. ഇതാണ് നമ്മളെ പേരെന്തായിരുന്നു, മറന്നുപോയി. രാഹുൽ. ഓ മൈ ഗോഡ്, രാഹുൽ അടിപൊളി ഫോട്ടോഗ്രാഫർ. അപ്പോൾ എന്തായാലും ഒന്ന് കുളിക്കണം. ട്രാക്കിലോട്ട് നമുക്ക് ഇത് കൊണ്ടുപോകാൻ പറ്റുമെന്ന്. ഹെഡ് മൗണ്ട് ഇട്ടിട്ട് എന്തെങ്കിലും വർത്തമാനം പറയുമ്പോൾ കേൾക്കാറില്ല. എന്നാലും നോക്കാം ഫോട്ടോ എടുക്കുന്ന സമയത്ത്. സോ 20 കിലോമീറ്റർ എന്തോ ഉണ്ടെന്നാണ് പറഞ്ഞത്. എനിക്ക് വഴി അറിയില്ല, മൂപ്പർക്കറിയാം. അപ്പം പുള്ളിക്കാരൻ ബാക്കിൽ ഇരുന്നോളും, വഴി പറഞ്ഞു തരും. നമ്മളിങ്ങനെ അങ്ങ് ഓടിക്കാം. കയറിക്കോ ഗായ്സ്. ഞങ്ങൾ നാറ്റ്ജിയോൻ്റെ ഷൂട്ടിന് ഇറങ്ങിയതാണ്, വന്യമൃഗങ്ങളെ കാണാൻ വേണ്ടി. അവിടുന്ന് അടിച്ചു മാറ്റി കൊണ്ടുവന്ന കോലും വെച്ച് കടിച്ചു. പാൽപ്പേട എടുക്കാൻ പറ്റില്ല, പൊട്ടിപ്പോയി. തൽക്കാലം കോല് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. അപ്പം ഇനി എന്തായാലും ഗോപ്രോ വിഷ്വൽസ് ഉണ്ടാവില്ല. ഇനി ഞാൻ മാക്സിമം ഫോണിനകത്ത് തന്നെ എടുക്കാൻ നോക്കുക. ഓക്കെ. സോ ബുയ്. ട്രാക്കിൻ്റെ ഇടയിൽ എനിക്ക് അധികം സംസാരിക്കാനൊന്നും പറ്റിയിട്ടില്ല. ഫുൾ ഓടി കിടന്ന് ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലായിരുന്നു. ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുക, ബാറ്ററി തീരും, വീണ്ടും കുത്തുക, വീണ്ടും വീഡിയോ എടുക്കുക, ഫോട്ടോ എടുക്കുക, വീണ്ടും കുത്തുക. 1000 സംതിങ് ഫോട്ടോസും വീഡിയോസും എന്തൊക്കെയോ എടുത്തിട്ടുണ്ട്. അതൊക്കെ സോർട്ട് ചെയ്ത് സെറ്റാക്കണം. പിന്നെ ഇതേ കാണുന്നത് മൊത്തം ഫുൾ സൂപ്പർ ബൈക്സൊക്കെയാണ്. പിന്നെ നമ്മളെ KTM 390 ആ സീരീസും പിന്നെ ഇതേ അവിടെ റിപ്പറിൽ എല്ലാം കിടക്കുന്നുണ്ട്. ഇവിടെ ഒരു R1 കിടക്കുന്നുണ്ട്. ഇതൊക്കെ കാണുമായിരിക്കും അല്ലേ? അയ്യോ 7 മണിയായോ. അവരെ ബൈക്സൊക്കെ ഇതേ ഹൈലക്സിൻ്റെയും ഇസൂസിൻ്റെയും ബാക്കിലേക്ക് കയറ്റി എല്ലാവരും എസ്കേപ്പ് ഇടുകയാണ്. നമ്മളും എസ്കേപ്പ് ഇടുവാണ്. ഇന്ന് സൺഡേ 2-ാം തീയതി. ആക്ച്വലി ഇന്നലെ വൈകുന്നേരം രാത്രി ഒരു 8 മണിയായപ്പോൾ ഞാൻ ഇറങ്ങി. 8 മണിക്ക് ഇറങ്ങിയിട്ട് തിരിച്ചിങ്ങനെ പോയി വീണ്ടും നല്ല ഉറക്കം വന്നു. നേരെ പോകുന്ന വഴി നമ്മളെ ഈ സംഭവം കണ്ടു, ട്രാവൽ ലോഞ്ച്. കുറേ ആൾക്കാർ യൂട്യൂബേഴ്സൊക്കെ സ്റ്റേ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ബട്ട് സാധനം കൊള്ളാം. 12 മണിക്കൂറിലേക്ക് 700 റുപ്പീസ്. അതല്ലെങ്കിൽ ഓരോ മണിക്കൂറിലേക്ക് കിടക്കാനൊക്കെ ആണെങ്കിൽ 100 വെച്ചിട്ട് ആ റേഞ്ച്. കൊള്ളാം. ഡീസൻറ്റ് സ്ഥലം, ഡീസൻ്റ് അല്ല അടിപൊളി സ്ഥലം. നല്ല വാഷ്റൂം, നല്ല എന്താ പറയുക സ്ലീപ്പിംഗ് പോഡ്സ്, ഒരു മാർക്കറ്റ് പ്ലേസ്, ഒരു ലോകം തന്നെ അതിൻ്റെ അകത്തുണ്ട്. ഒന്ന് മെല്ലെ എസ്കേപ്പ് ചെയ്യാണ്. എന്നെ കാണാൻ പറ്റുന്നുണ്ടോ? എന്നെ എന്തേ ഞാൻ തട്ടിക്കൂട്ട് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സോ ലൈക്ക് ദ വീഡിയോ, ഷെയർ ദ വീഡിയോ, സബ്സ്ക്രൈബ്. ബൈ. ഇതേ ഉള്ളൂ ഞാൻ കൊണ്ടുപോയത്. ഒരു ദിവസമല്ലേ, കുഴപ്പമില്ല, നമുക്കതൊക്കെ മതി. അയ്യോ വണ്ടിയുടെ താക്കോലോടെ